ബഹ്റൈനിലും കുവൈത്തിലും ജോർദാനിലുമുള്ള US ബേസിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ബഹ്റൈൻ നോക്കിയുള്ള CCTV ഫൂട്ടേജുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ ഇറാന്റെ 5 ഇടങ്ങളിൽ യുഎസിന്റെ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതും നമുക്ക് പരിശോധിക്കാം. അതിനൊക്കെ മുൻപായി ഇതിന്റെ റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് ഇന്നലെ US സെൻട്രൽ കമാൻഡിൽ നിന്നും ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന യുഎസിന്റെ ഒരു ഹെലികോപ്റ്റർ അപ്പാച്ചി AH-64 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണു എന്ന് പറഞ്ഞിട്ട് അതിൽ 2 പൈലറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ട് അവരെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചു എന്നാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് എങ്ങനെ തകർന്നു വീണു എന്നുള്ള ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുമ്പോൾ തകർന്നു വീണു, അത്രമാത്രം. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് സെൻട്രൽ കമാൻഡും അതുപോലെ നമ്മുടെ ട്രംപ് അണ്ണനും ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്, I have just been informed by our great military that last night the Iranians shot down one of our highly sophisticated Apache helicopter while patrolling over the Strait of Hormuz. Strait of Hormuz നിന്നും പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പാച്ചി ഹെലികോപ്റ്റർ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ആ ഒരു ഹെലികോപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിയൻസ് അടിച്ച് താഴെയിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാസ്റ്റ് നൈറ്റ് നമ്മുടെ ഗ്രേറ്റ് മിലിറ്ററി അറിയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം there were 2 pilots involved. 2 പൈലറ്റ്സ് ഉണ്ടായിരുന്നു. both are safe. രണ്ടുപേരും സേഫ് ആണ്, അൺഇഞ്ചേർഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. Nevertheless, the US must of necessity respond to this attack. ഈ അറ്റാക്കിന് റെസ്പോണ്ട് ചെയ്യണം, അത് നിർബന്ധമാണ് എന്നൊരു കാര്യമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US സെൻട്രൽ കമാൻഡ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് US സെൻട്രൽ കമാൻഡ് പോസ്റ്റ് ബിഗൻ ലോഞ്ചിങ് സെൽഫ് ഡിഫൻസ് സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ഇറാൻ. ഇറാന് നേരെ ഒരു സെൽഫ് ഡിഫൻസ് സ്ട്രൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് US സ്ട്രൈക്ക് ഹിറ്റ് മൾട്ടിപ്പിൾ സൈറ്റ്സ് അലോങ് ഇറാനിയൻ സദേൺ കോസ്റ്റ്. ഇറാന്റെ സദേൺ കോസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഒരുപാട് സൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, US സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഒഫീഷ്യൽ സെഡ് ദ സ്ട്രൈക്ക് ഹിറ്റ് മിലിറ്ററി ആൻഡ് നേവൽ ബേസ്. മിലിറ്ററിയിലും നേവൽ ബേസിലും അതുപോലെ റഡാർ ഇൻസ്റ്റാളേഷൻസിലും ആർട്ടിലറി പൊസിഷൻസിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, US അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. സിറിയക്കിലും ജസക്കിലുമുള്ള നേവൽ ബേസ്, ബന്ദർ അബ്ബാസിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ കേഷം ഐലൻഡിലുള്ള മിസൈൽ ബാറ്ററീസ്, ഇതിനൊക്കെ നേരെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നോ കൊമേഴ്ഷ്യൽ പോർട്സ് ഹിറ്റ് ഇൻ കേഷം. കേഷമിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പോർട്സിന് നേരെയും എന്ത് ചെയ്തിട്ടില്ല, ഹിറ്റ് നടന്നിട്ടില്ല. അത് മാത്രമല്ല വാട്ടർ ടാങ്ക് ഡാമേജസ് ഇൻ സിറിക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ ടാങ്ക് ഡാമേജ് ആയിട്ടുണ്ട്. അത് കാരണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ സപ്ലൈ മുടങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇറാൻസ് ഒഫീഷ്യൽ ഡിനൈസ് റിപ്പോർട്ട് ഓഫ് സ്ട്രൈക്ക് ഓൺ ഹവാസ് എന്ന് പറയുന്നത്, അതായത് കിർഗിസ്ഥാൻ പ്രൊവിൻഷ്യലുള്ള ഒരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സൗണ്ട് വന്നിട്ടുണ്ട്, എക്സ്പ്ലോഷന്റെ സൗണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാര്യം ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിയൻ ഒഫീഷ്യൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിനൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അവിടെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടില്ല എന്നാണ് ഇറാൻ ഒഫീഷ്യൽസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവസാനമായി സെൻട്രൽ കമാൻഡോ പറഞ്ഞിട്ടുള്ളത് 3 വേവായിട്ടാണ് ഈ ഒരു അറ്റാക്കിംഗ് നടത്തിയിട്ടുള്ളത്. ഈ അറ്റാക്ക് അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് US says its complete strike in response to Apache helicopter attack. അപ്പാച്ചി ഹെലികോപ്റ്റർ അറ്റാക്കിനുള്ള മറുപടി ആയിട്ടുള്ള എല്ലാ സ്ട്രൈക്സും എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല സെൻട്രൽ കമാൻഡോ പറഞ്ഞത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിന്റെ അടുത്തുള്ള ഇറാനിയന്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, അതുപോലെ സർവൈലൻസ് റഡാർ സൈറ്റ്സിനൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡോ പറഞ്ഞത്. മാത്രമല്ല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് US ഹെലികോപ്റ്റർ, അതായത് US ഹെലികോപ്റ്റർ അടിച്ചതിന് വെരി സ്ട്രോങ് ആൻഡ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തണമെന്നായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ആഗ്രഹം അങ്ങോട്ട് തീർന്നു കിട്ടി എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വെരി പവർഫുൾ ആൻഡ് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ആണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് അത് മാത്രമല്ല വാൾ സ്ട്രീറ്റ് ജേർണൽസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹെലികോപ്റ്റർ അടിച്ചിടുന്നതൊക്കെ ഒരു വലിയ കാര്യമൊന്നും അല്ല എന്നാണ് നമ്മുടെ ട്രംപ് എണ്ണം പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫോറിൻ മിനിസ്റ്റർ, അതായത് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ അതായത് ഇറാനിയൻ മിലിറ്ററി കുഡ് നോട്ട് ലീവ് എനി അറ്റാക്ക് അൺആൻസേർഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറ്റാക്കിങ്ങിനും ഞങ്ങൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിലുള്ള മറുപടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട്. US ബേസ്, അതായത് ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാനിലുള്ള 3 US ബേസിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. അതും തന്നെ കുവൈത്തിൽ നോക്കാം. കുവൈറ്റ് സേസ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റ് ഹോസ്റ്റൈൽ എയർ ടാർഗറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറാൻ, അതായത് IRGC പറഞ്ഞിട്ടുള്ളത് ക്ലൈം ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് അലി അൽ സലീം ബേസ് ഇൻ കുവൈറ്റ്, കുവൈത്തിലുള്ള അലി അൽ സലീം ബേസിന് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, IRGC എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫൂട്ടേജ് ആണ്, സോറി ഫോട്ടോസ് ആണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് IRGC ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് ഈ കാണുന്നത്.
ഇനി ജോർദാനിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർദാനിലെ ആംഡ് ഫോഴ്സ് പറഞ്ഞുള്ളത് ദ എയർ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർസെപ്റ്റ് ആൻഡ് ഷോട്ട് ഡൗൺ 5 മിസൈൽസ് ലോഞ്ച്ഡ് ഫ്രം ഇറാൻ ടുവേർഡ് അജ്റാഖ് എയർബേസ് ഇൻ ഈസ്റ്റേൺ ജോർദാൻ. ഈസ്റ്റേൺ ജോർദാനിലുള്ള അജ്റാഖ് എയർബേസിന് നേരെ 5 മിസൈൽസ് ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയും അതുപോലെ അത് അടിച്ച് താഴെ ഇടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആംഡ് ഫോഴ്സ് പറഞ്ഞത്. അത് മാത്രമല്ല ഇതിന്റെ ഡിബ്രീസ്, അതായത് അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റീസോ അതുപോലെ മെറ്റീരിയൽ ഡാമേജസ് ഒന്നും ഇല്ല എന്നാണ് ജോർദാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേസമയം IRGC, ഇറാന്റെ IRGC ക്ലെയിം ചെയ്തിട്ടുള്ളത് ദ മിസൈൽ ടാർഗറ്റഡ് F-35 ഹാങ്ങേഴ്സ് അറ്റ് എയർബേസ് ഇൻ ജോർദാൻ. ജോർദാനിലുള്ള F-35 ഹാങ്ങേഴ്സിന്റെ എയർബേസിന് നേരെയാണ് മിസൈൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ആ ഒരു ബേസ് എന്ന് പറയുന്നത് US മിലിറ്ററി പേഴ്സണലിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ്. അത് മാത്രമല്ല ക്ലെയിം ചെയ്തിട്ടുള്ളത് ഡിസ്ട്രോയ് F-35 ഫൈറ്റർ ജെറ്റ് ഹാങ്ങർ ആൻഡ് പ്രൈമറി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അറ്റ് ദ ബേസ്. ബേസിലുള്ള കൺട്രോൾ സെന്ററും അതുപോലെ തന്നെ ഈ F-35 ഫൈറ്റർ ജെറ്റിന്റെ ഹാങ്ങറും തകർത്തിട്ടുണ്ട് എന്നാണ് IRGC ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ബഹ്റൈനിലേക്ക് പോയി കഴിഞ്ഞാൽ IRGC ക്ലെയിം ചെയ്തിട്ടുള്ളത് ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് US 5th ഫ്ലീറ്റ് ഇൻ ബഹ്റൈൻ, ബഹ്റൈനിലുള്ള US 5th ഫ്ലീറ്റിന് നേരെ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ട് നമുക്കതൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഫൂട്ടേജ് എന്ന് പറയുന്നത് മനാമയിലുള്ള US നേവി 5th ഫ്ലീറ്റ് ബേസ് അടിച്ച് തകർക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഇവിടെ അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിന്റെ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള പവേഴ്സ്, അതായത് ഇറാൻ വാർ എന്ത് ചെയ്തിട്ടുണ്ട്, US ഹൗസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ട്രംപ് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഒരൊറ്റൊരു US സോൾജിയറിനെ ഇറാൻ കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഈ യുദ്ധത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് 3 US ബേസിനെയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് വേണമെങ്കിൽ ട്രംപിന് ഈ യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ട്രംപിന്റെ ഒരു ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ട്രംപിന് ഈ യുദ്ധത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ അതേസമയം ഇസ്രായേലിന് താല്പര്യമുണ്ട്. നമുക്കറിയാം ഒരു 2 ദിവസം മുൻപ് ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അവസാനിപ്പിച്ചിട്ടുള്ളത് ട്രംപ് ആയിരുന്നു. അതായത് ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇറാൻ അഗ്രി ടു ഹാൾട്ട് ദ ഫയർ അഗൈൻസ്റ്റ് ഇസ്രായേൽ. ഇസ്രായേലിന് നേരെയുള്ള ഫയർ എന്ത് ചെയ്യാം, താൽക്കാലികമായിട്ട്, അതായത് ഈ ഫൈറ്റ് നിർത്തിവെക്കാം. അതിന് US എന്ത് ചെയ്തിട്ടുണ്ട്, അൺഫ്രീസ് $3 ബില്യൺ ഇൻ ഇറാനിയൻ അസറ്റ്. ഇറാനിയൻ അസറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള $3 ബില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്, അൺഫ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അബുദാബിയിൽ നിന്നും തെഹ്റാനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രൈക്ക്, അതായത് ആ ഒരു സ്ട്രൈക്ക് മിനിയാന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രൈക്ക്, അതായത് എസ്കലേറ്റ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് പോകേണ്ട ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്ത് ചെയ്തിട്ടുള്ളത്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇറാന്റെ അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അൺഫ്രീസ് ചെയ്തിട്ട് $3 ബില്യൺ അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അൺഫ്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് കൊടുത്തിട്ടാണ് ഇറാനെ അവിടെ ശാന്തമാക്കിയത്. അതേസമയം ഇപ്പുറം ഇസ്രായേലിനെ വിളിച്ചിട്ട് അവിടെയും കോംപ്രമൈസ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം, അതായത് രൂക്ഷമാവുന്നതിന് മുൻപ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ US ഇതൊരു 1-to-1 എക്സ്ചേഞ്ച് ആയി അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം നമുക്കറിയാം ഗൾഫ് കൺട്രീസിൽ ഒരുപാട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ ഫാമിലീസ്, നാട്ടിലുള്ള ഫാമിലീസിനായിരുന്നാലും ശരി, അവിടെ ഉള്ള ആളുകൾക്കായിരുന്നാലും ശരി, ഇവർക്കൊക്കെ ടെൻഷനാണ്. അത് മാത്രമല്ല ഈ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. അതിപ്പോ കേരളത്തിൽ നിന്നല്ല, ലോകത്തിലെ പലയിടത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ ഈ ആളുകൾക്കൊക്കെയാണ് കോമൺ ആയിട്ട്, ഒരു കോമൺ ആളുകൾക്കായിട്ടാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ ഈ ഒരു പ്രശ്നമൊക്കെ അനുഭവിക്കുക. അതുകൊണ്ട് ഇത് എസ്കലേഷനിലേക്കൊന്നും പോവാതെ ഇങ്ങനെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.